തന്റെ ഭർത്താവിന്റെ പ്രവൃത്തിയാൽ വന്ന് ഭവിക്കാമായിരുന്ന വലിയ ദുരന്തത്തെ വിവേകം കൊണ്ടും സന്ദർഭോചിതമായ ഇടപെടലുകൾ കൊണ്ടും അനുഗ്രഹമാക്കി മാറ്റിയ ധീര വനിത എസ്തേർ. അഹശ്വേരോശ് രാജാവിന്റെ ഭാര്യയായ എസ്തേർ തന്റെ രാജ്ഞി പദത്തിലും കൊട്ടാരത്തിലെ സുഖലോലുപതയിലും മതിമറന്ന് ആഹ്ലാദിക്കാതിരുന്ന എസ്തേർ തന്റെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്നിട്ടും സ്വജനത്തിന്റെ വിടുതലിനു വേണ്ടി രാജ്യസന്നിധിയിൽ ധൈര്യത്തോടെ നിലകൊണ്ട പ്രൗഢിയും കുലീനയുമായ ഉത്തമ സ്ത്രീ. മറിയയും എലിസബത്തും. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന് ജനിക്കുവാൻ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ജീവിതത്തെ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്ത മറിയം സ്വന്തം മകനെ ലോകത്തിന്റെ പാപപരിഹാര ബലിയായി സമർപ്പിച്ച ത്യാഗത്തിന്റെ നിറകുടം. യേശു ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ ജനിച്ച സ്നാപക യോഹന്നാന് ജന്മം കൊടുത്ത എലിസബത്ത് തന്റെ കർത്താവിന്റെ അമ്മ അടുത്തു വന്നപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ കിടന്ന ശിശു അത് തിരിച്ചറിഞ്ഞു. ദൈവസന്നിധിയിൽ നീതിയുള്ളവളും കർത്താവിന്റെ സകല കൽപ്പനകളും പാലിച്ചിരുന്ന ഉത്തമ സ്ത്രീയായിരുന്നു എലിസബത്ത്. ഹന്ന പ്രവാചകി. ആശേർ ഗോത്രത്തിലെ ഫനുവേലിന്റെ മകളായ ഹന്ന പ്രവാചകി വളരെ വയസ്സ് ചെന്നിട്ടും ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന കഴിച്ചു പോന്നു. അതുകൊണ്ട് യെരൂശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും യേശുവിനെ കുറിച്ച് പ്രസ്താവിക്കുവാൻ ഹന്ന പ്രവാചകിക്ക് കഴിഞ്ഞു. മാർത്തയും മറിയയും. യേശു സ്നേഹിച്ച ലാസറിന്റെ സഹോദരിമാരായ മാർത്തയും മറിയയും യേശുവിന്റെ പാദപീഠത്തിലിരുന്ന് യേശുവിന്റെ മൊഴികൾക്ക് ചെവി കൊടുത്ത് എപ്പോഴും നല്ല അംശം തിരഞ്ഞെടുത്ത മറിയ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരുന്ന മാർത്തയ്ക്ക് യേശുവിന്റെ സന്ദർശനം ആശ്വാസം തന്നെയായിരുന്നു. മാർത്തയുടെ അതിഥി സൽക്കാരം ഏതൊരു സ്ത്രീക്കും മാതൃകയാക്കാവുന്നതാണ്. ശമരിയക്കാരി സ്ത്രീ. യേശുവിനെ മശിഹായാണെന്ന് തിരിച്ചറിഞ്ഞ ശമരിയക്കാരി സ്ത്രീ അറിഞ്ഞ സത്യം മറച്ചു വെക്കാതെ വെള്ളം കോരുവാൻ വന്ന കാര്യം പോലും മറന്ന് പട്ടണത്തിലേക്ക് ഓടിച്ചെന്ന് താൻ അറിഞ്ഞ സത്യം എല്ലാവരെയും അറിയിക്കുന്നു. അവളുടെ വാക്കുകേട്ട ജനം പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് യേശുവിനെ കാണാനെത്തുന്നു. മഗ്ദലക്കാരത്തി മറിയം. യേശുവിന്റെ ശുശ്രൂഷയുടെ അവസാനം വരെ യേശുവിനെ അനുഗമിച്ച മഗ്ദലക്കാരത്തി മറിയം മരണസമയത്തും യേശുവിനോടൊപ്പം അവൾ ഉണ്ടായിരുന്നു. അതികാലത്തെ തന്നെ കല്ലറയ്ക്കലെത്തിയ മറിയയെയാണ് താൻ ഉയർത്തെഴുന്നേറ്റ് എന്ന സത്വാർത്ത ശിഷ്യന്മാരെ അറിയിക്കുവാൻ യേശു ചുമതലപ്പെടുത്തിയത്. അപ്പോസ്തോലന്മാരുടെ അപ്പോസ്തോല മഗ്ദലക്കാരത്തി മറിയം. ജീവിതത്തിൽ സഹോദരിമാർ അനുഷ്ഠിക്കേണ്ട കാര്യത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ്ലീഹ ഫിലിപ്പോസിന് എഴുതിയ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവർ ഭർതൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും നന്മ ഉപദേശിക്കുന്നവരും ആയിരിക്കണം. സദൃശ്യവാക്യങ്ങൾ 4:2 പറയുന്നത് സാമർത്ഥ്യമുള്ള സ്ത്രീ ഭർത്താവിനൊരു കിരീടം. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിലും വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തിൽ സാറയ്ക്ക് ലഭിച്ചതുപോലുള്ള ദൈവിക പ്രവൃത്തികൾ കാണുവാനും മിരിയാമിനെ പോലെ വാദ്യഘോഷങ്ങളോടെ ദൈവസന്നിധിയിൽ ആരാധിക്കുവാനും ദെബോരയെ പോലെ ദൈവജനത്തിന് വേണ്ടി ദൈവദാസന്മാർക്ക് ധൈര്യം പകരുവാനും നവോമിയെ പോലെ ഒരു മാതൃകാ മാതാവാകുവാനും രൂത്തിനെ പോലെ സത്യത്തെ പിന്തുടരുവാനും ഹന്നയെ പോലെ തലമുറകളെ ദൈവവേലയ്ക്ക് പ്രയോജനപ്പെടുത്തുവാനും അബിഗേലിനെ പോലെ വിവേകത്തോടെ പെരുമാറുവാനും എസ്തേറിനെ പോലെ ജനത്തിന് വേണ്ടി ഇടവിൽ നിൽക്കുവാനും മാതാവിനെ പോലെ താഴ്മ ധരിക്കുവാനും എലിസബത്തിനെ പോലെ നീതി ഉള്ളവളായിരിക്കുവാനും ഹന്ന പ്രവാചകിയെ പോലെ വയോധികത്തിലും വിശ്വാസം പിന്മാറാതെ
പ്രത്യാശയിൽ നിൽക്കുവാനും, മാർത്തയെ പോലെ പരിചരണമുള്ളവളാകുവാനും, മറിയയെ പോലെ കർത്താവിന്റെ പാദപീഠയിൽ ഇരിക്കുവാനും, ശമരിയക്കാരി സ്ത്രീയെ പോലെ ദൈവത്തെ മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കുവാനും, മഗ്ദലനക്കാരത്തി മറിയയെ പോലെ അന്ത്യം വരെ വിശ്വസ്തയായിരിക്കുവാനും ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ അവതരണം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി.